അപ്പം നമ്മൾ ബദ്രിക്കുട്ടനെ മുടിയൊക്കെ വെട്ടി സുന്ദരനായത് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഗോകുലം മോളിലേക്കാണ്. മോളിൽ പോയ ആശാൻ ഏറ്റവും ഇഷ്ടം ദാ ഈ എസ്കലേറ്ററിൽ കയറി ഇറങ്ങാനാണ്. ആസ് യൂഷ്വൽ അത് ചെയ്തു. പിന്നെ പോയത് ഷോപ്പിങ്ങിനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവൻ എന്നെ ഞെട്ടിച്ചു. അവൻ നമ്മളെക്കാളും വേഗം ഷോപ്പ് ചെയ്യും. വലിയ സെലക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഓരോന്നിങ്ങനെ ഹാങ്ങറിൽ നിന്ന് എടുത്തു കൊണ്ടുവരും. പിന്നെ ലാസ്റ്റ് ഞാൻ ബില്ലിങ്ങിന് നിൽക്കുന്ന സമയത്ത് അവനൊരു ഷർട്ട് തൂക്കി പിടിച്ചു വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടു തന്നു കേട്ടോ. ഇത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അവനോട് ചോദിക്കുകയും ചെയ്തു, ഇത് അച്ഛനടുത്ത് വന്നപ്പോൾ എല്ലാമെന്നും പറഞ്ഞു. പിന്നെ അവൻ നേരെ എന്നെ ഞെട്ടിച്ചത്, ഇത് ഗേൾ ഫ്രണ്ടിനാ തോന്നുന്നു അവൻ ഷോപ്പ് ചെയ്യുന്നത് കണ്ടു, എന്താണെന്നറിയില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോന്നു കേട്ടോ, എസ്കലേറ്ററിലും കയറിയിട്ട്. പിന്നെ എല്ലാ എസ്കലേറ്ററും ഞങ്ങൾ കയറി ഇറങ്ങും. സത്യം പറഞ്ഞാൽ ലിഫ്റ്റിൽ പോരാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ എസ്കലേറ്ററും കയറി ഇറങ്ങും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ടോപ്പ് ഫോമിൽ നിന്ന് ബിരിയാണി കഴിച്ചു. ഞാൻ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. പ്രണവേട്ടൻ നാനൊക്കെയാണ് കഴിച്ചത്. ഞാനും ബദ്രിയും ബിരിയാണി കഴിച്ചു. ആൻഡ് അന്ന് അവൻ അവിടെ കച്ചറ ഉണ്ടാക്കി. അവൻ എന്താ പറയുക, ഇങ്ങനെ ഫുഡേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആശാന് മിൻലൈം വേണം കേട്ടോ, അത് മസ്റ്റാണ്. ആൻഡ് അതിങ്ങനെ സ്ട്രോയിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചു കൊടുക്കും പ്രണവേട്ടൻ. പിന്നെ അതിൽ അച്ഛനും മോനും കൂടെ കുറച്ച് നേരം കളിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഈ ഒരു കുഞ്ഞു ദിവസം. ആൻഡ് അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ദാ ബദ്രി ഇപ്പം നിങ്ങൾക്കൊരു വിക്ടറിയും ഫ്ലൈയിങ് കിസും ബായും ഒക്കെ തരും കേട്ടോ. അപ്പോൾ സീ യു സൂൺ ഗൈസ്. അപ്പോൾ എല്ലാവരും വ്ളോഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ.